ഇന്ന് എൻസൈമുകളെക്കുറിച്ച് പഠിക്കാം. എന്താണ് എൻസൈമുകൾ? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ ആണ് എൻസൈമുകൾ എന്ന് അറിയപ്പെടുന്നത്. അതിവേഗം പ്രവർത്തിക്കുന്ന ജൈവ രാസപദാർത്ഥങ്ങളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനാണ്. എന്തുകൊണ്ടാണ് എൻസൈമുകൾക്ക് അത്ര പ്രാധാന്യമുള്ളത്? ഇവ ഭക്ഷണം വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. ഉദാഹരണമായി ഉമിനീരിൽ കാണപ്പെടുന്ന അമൈലേസ് എന്ന എൻസൈം സ്റ്റാർച്ചിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഊർജോൽപാദനം കാര്യക്ഷമമായി നടക്കാൻ സഹായിക്കുകയും ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ് എന്നിവ സംഭരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. എൻസൈമുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവ തന്മാത്രകളുമായി സംയോജിച്ച് ഒരു രാസപ്രവർത്തനം ആരംഭിക്കുന്നു. ഇവ വളരെ കൃത്യമായാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്ക് ഓരോ നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ഒരു എൻസൈം ഒരു പ്രത്യേക തരം രാസപ്രവർത്തനം മാത്രമേ വേഗത്തിലാക്കുകയുള്ളൂ. എൻസൈമുകളെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നാണ് വിളിക്കുക. കാരണം അവ സ്വയം മാറ്റം വരാതെ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നൂറുകണക്കിനായി എൻസൈമുകൾ പ്രവർത്തിക്കുന്നു. ചില ഉദാഹരണങ്ങളാണ് അമൈലേസ്, ലിപ്പേസ്, പ്രോട്ടിയേസ്, ലാക്ടേസ്, DNA പോളിമറേസ് എന്നിവ. ഇവയിൽ അമൈലേസ് സ്റ്റാർച്ചിനെ മോണോസാക്കറൈഡുകളാക്കി വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. ലിപ്പേസ് കൊഴുപ്പ് കൃത്യമായി വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. അതുവഴി ശരീരത്തിന് ഊർജം ലഭിക്കുന്നു. പ്രോട്ടിയേസ് പ്രോട്ടീൻ അമിനോ ആസിഡിലേക്ക് വിഘടിപ്പിക്കാൻ സഹായിക്കുന്നു. ലാക്ടേസ് ലാക്ടോസ് വിഘടിപ്പിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റുന്നു. DNA പോളിമറേസ് DNA പ്രതിപദം പകർന്നെടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. അതിനാൽ സെല്ലുകൾ പുതുക്കപ്പെടുന്നു. താങ്ക് യു.